ആചാരലംഘനം നടത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കൽപ്പാത്തി രഥോത്സവത്തിന് ചെരിപ്പിട്ട് രഥം വലിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠനും കോൺഗ്രസ് നേതാക്കളും ചെരിപ്പ് ധരിച്ച് രഥം വലിക്കരുതെന്ന് ഭക്തർ പറഞ്ഞിട്ടും നേതാക്കൾ ചെവികൊണ്ടില്ല. വീങ്ങളുമായി അരുൺ ആലത്തൂർ ശരിയാണ്. അരുൺ, ആചാരലംഘനമാണ്, വിശ്വാസലംഘനം തന്നെയാണ് പാലക്കാട് MP VK ശ്രീകണ്ഠനും മറ്റ് കോൺഗ്രസ് നേതാക്കളും നടത്തിയത്. വലിയ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉയർന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കൽപ്പാത്തി രഥോത്സവം പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ആ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒന്നാം തേരായിരുന്നു ഇന്ന്. ഒന്നാം തേര് ഉത്സവത്തിലാണ് ഇത്തരത്തിൽ പാലക്കാട് MP VK ശ്രീകണ്ഠനും കോൺഗ്രസ് നേതാക്കളും ആചാര ലംഘനം നടത്തിയിരിക്കുന്നത്. ചെരുപ്പിട്ടുകൊണ്ട് ഇവർ രഥം വലിച്ചാണ് ആചാര ലംഘനം നടത്തിയിട്ടുള്ളത്. ഇതിനെ അവിടെയുള്ള ഭക്തർ തന്നെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഭക്തർ കൃത്യമായി തന്നെ പറയുന്നു, ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഈ രഥം വലിക്കരുത്, ഇത് ഒരു അത്തരത്തിൽ ചെയ്യുന്നത് ഒരു ആചാര ലംഘനമാണ് എന്ന് കൃത്യമായി തന്നെ ഈ പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠനെയും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ എന്നിട്ടും ഈ അത് ചെരുപ്പ് അഴിച്ചു മാറ്റുന്നതിനോ മറ്റോ MP കൂട്ടാക്കുന്നില്ല. പിന്നീട് വീണ്ടും ആ രഥത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ ശ്രീകണ്ഠന് ഒപ്പം രഥം വലിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തിയിലെ ഈ രഥോത്സവത്തിന് രഥം വലിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. അത് വലിയ പുണ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്. ഈ രഥം വലിക്കുക വഴി വലിയ ഐശ്വര്യമുണ്ടാവും. അതായത് 364 ദിവസവും ഭഗവാനെ കാണുന്നതിന് വേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളിലേക്കാണ് പോവാറ് എങ്കിൽ രഥോത്സവം ദിവസം ഭഗവാൻ ഓരോരുത്തരുടെയും വീട്ടിന് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമായി കരുതുന്നത്. അത്തരത്തിൽ ഭഗവാൻ എഴുന്നള്ളി വീട്ടിന് മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഈ ഒരു രഥത്തിൽ കാഴ്ചക്കുലകൾ, അതായത് വിവിധ ഫലവർഗ്ഗങ്ങളും മറ്റുമൊക്കെ കെട്ടിത്തൂക്കി അലങ്കരിച്ചിട്ടുള്ള രഥം, ആ രഥത്തിൽ മുകളിൽ കാവ്യ പതാകയും മറ്റും എഴുതിയിട്ടുള്ള ആ ഒരു രഥം, വളരെ പാവനമായിട്ടുള്ള ആ രഥം വലിച്ചുകൊണ്ട് അതിൽ ഭഗവാനെ ഇരുത്തിക്കൊണ്ടാണ് ഈ അഗ്രഹാര വീഥികൾ മുഴുവൻ രഥത്തിന്റെ പ്രയാണം നടക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ആ രഥപ്രയാണം നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ VK ശ്രീകണ്ഠൻ MPയും കോൺഗ്രസ് നേതാക്കളും ചെരുപ്പ് ധരിച്ചുകൊണ്ട് ആ രഥം വലിച്ചത്. നമ്മൾ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പ് ധരിച്ച് ഏതു വിധമാണോ പോവാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുള്ളത്, സമാനമായിട്ട് തന്നെ ഈ രഥം വലിക്കുമ്പോഴും അരുൺ, ഈ ഭക്തരുടെ എതിർപ്പ്, ഈ ഭക്തർ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും അത് ചെവികൊള്ളാൻ ഈ ശ്രീകണ്ഠനും മറ്റ് കോൺഗ്രസ് നേതാക്കളും തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനില്ലേ? അത്തരത്തിലുള്ളൊരു ധാർഷ്ട്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തുടർന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അത് ആദ്യം ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഈ നിങ്ങൾ ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ടാണല്ലോ രഥം വലിക്കുന്നത്, അങ്ങനെ ചെയ്യരുത് എന്ന് കൃത്യമായി തന്നെ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ദോഷമാണ് എന്നൊക്കെ കൃത്യമായി തന്നെ ഒരു സ്ത്രീ VK ശ്രീകണ്ഠൻ MPയോട് വിവരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് കേൾക്കുന്നില്ല. പിന്നെ ഒരു പ്രായമായൊരു സ്ത്രീ വീണ്ടും സമാന കാര്യം പറയുന്നുണ്ട്. അതായത് ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരിക്കലും രഥം വലിക്കരുത്, അത് ആചാര ലംഘനമാണ്, തങ്ങളുടെ വിശ്വാസ സംബന്ധമായി അത് ചെരുപ്പ് ധരിച്ചുകൊണ്ട് രഥം വലിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ചെവിക്കൊണ്ട് കേൾക്കാതെ വീണ്ടും അദ്ദേഹം രഥം വലിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൽപ്പാത്തിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ അപ്പുറത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ, BJPയുടെ മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരൊക്കെ അപ്പുറത്ത് രഥം വലിക്കുന്നതിന് ഈ VK ശ്രീകണ്ഠനും മറ്റും ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അതിന്റെ നേരെ എതിർവശത്ത്
BJP നേതാക്കളും നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ചെരുപ്പ് അഴിച്ചു വെച്ചുകൊണ്ടാണ് വളരെ വിശ്വാസപൂർവ്വമായിരുന്നു അവരൊക്കെ മറുവശത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും MP-ക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് അറിയില്ലായ്മ കൊണ്ട് ചെരുപ്പ് ധരിച്ച് നിന്നതാണെങ്കിൽ ഭക്തർ പറയുമ്പോഴെങ്കിലും കേൾക്കേണ്ടതായിരുന്നു. ഭക്തർ കൃത്യമായി തന്നെ പറയുന്നു, ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഇങ്ങനെ രഥം വലിക്കരുത്, അത് ആചാര ലംഘനമാണ്, അത്തരത്തിൽ വിശ്വാസികൾ ചെയ്യരുത് എന്ന് കൃത്യമായി തന്നെ VK ശ്രീകണ്ഠനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടും പറയുന്നു. പക്ഷേ അവർ അത് ചെവിക്കൊണ്ട് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുണ്ട്. പക്ഷെ അവരൊന്നും അത് കാര്യമായി ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ വിശ്വാസപരമായി പ്രാധാന്യമുള്ളൊരു ഉത്സവമാണ്. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നടക്കുന്ന അവിടുത്തെ ശിവക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ഉത്സവം എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന് സമാന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് പാലക്കാട് കൽപ്പാത്തിയിലെ ആ ഒരു ഉത്സവം. ആ ഉത്സവത്തിന് ഏതായാലും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നിങ്ങനെ ആളുകളൊക്കെ വളരെ ഭക്തിപൂർവ്വം ഒഴുകിയെത്തുന്ന ഒരു മണ്ണാണ്. ആ മണ്ണിലാണ് ഇത്തരത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് രഥം വലിച്ച് വളരെ വിശ്വാസികളുടെ മനസ്സിൽ വലിയ ദുഃഖമുണ്ടാക്കുന്ന തരത്തിൽ ഒരു MP-യും മറ്റ് കോൺഗ്രസ് നേതാക്കളും തന്നെ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു എതിർപ്പ് വിശ്വാസികളുടെ ഇടയിൽ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. മിക്ക സമയത്തും ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സംരക്ഷിച്ചിട്ടില്ലെങ്കിലും അതിനെ അവഹേളിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും വിശ്വാസി സമൂഹം ഈ സംഭവത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ക്ഷേത്രത്തിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷേത്രത്തിനകത്ത് ഏത് വിധത്തിലാണോ നമ്മൾ ചെരുപ്പ് ധരിച്ചും മറ്റും കയറരുത് എന്ന് പറയുന്നത്, സമാന രീതിയിൽ തന്നെ ഈ രഥം വലിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കരുത് എന്നുള്ളത് ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. രഥോത്സവത്തിന്റെ ഇന്ന് 1-ാം ദിനമാണ്. 1-ാം ദിനത്തിൽ 3 രഥങ്ങളാണ് രഥപ്രയാണത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഗണപതിയുടെ രഥമാണ്. മറ്റൊന്ന് വള്ളി ദൈവാനി സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥമാണ്. മൂന്നാമതായി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ രഥമാണ്. ഈ 3 രഥങ്ങളിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ രഥമാണ് ഈ MP-യും മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ വലിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഈ രഥത്തിന്റെ കയറ് ഇങ്ങനെ വിശ്വാസികളുടെ കയ്യിൽ കൊടുക്കും. ആ സമയത്ത് കയറിൽ പോലും തൊട്ട് തൊഴുകയാണ് സാധാരണ വിശ്വാസികൾ ചെയ്യുക. ആ കയറിലൊക്കെ തൊടാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെ നിരവധി ഭക്തരുടെ പ്രതികരണം. നമ്മൾ ഈ രഥം വലിക്കുന്ന സമയത്ത് ലൈവിനിടയ്ക്ക് ഒരുപാട് ഭക്തരുടെ പ്രതികരണം തേടുമ്പോൾ അവരൊക്കെ പറയുന്നത് ആ മണ്ണിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ പുണ്യമാണ്, ആ രഥത്തിന്റെ കയർ പിടിക്കാനായത് തന്നെ വലിയ വിശ്വാസപരമായി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ആ രഥത്തിന്റെ കയറിനെയൊക്കെ തൊട്ട് തൊഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രഥത്തിനെ എല്ലാവരും പൂജിക്കുന്നു, അവരെല്ലാം വണങ്ങുന്നു. ഈ രഥം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ രഥത്തിലെ കൊത്തുപണികളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ദേവതകളുടെയും രൂപങ്ങളും മറ്റുമൊക്കെ ഈ രഥത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേവതകളുടെ ഒക്കെ രൂപങ്ങളുള്ള രഥം, അതിനെയാണ് ദേവരഥം എന്ന് തന്നെ പറയുന്നത്. അരുൺ, അത് തന്നെയാണ് അരുൺ നേരത്തെ രാവിലെയൊക്കെ നമ്മൾ ലൈവിൽ ഈ ഭക്തർ അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാഗ്യമാണ്, ഭാഗ്യ നിമിഷമാണ്. കാരണം ഈ രഥം വലിക്കാൻ അവസരം ലഭിക്കുക എന്നത് ജീവിതത്തിലെ പുണ്യമുഹൂർത്തങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വ്രതശുദ്ധിയോടെ തന്നെയാണ് ഞങ്ങൾ ഈ രഥം വലിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തരുടെ മുന്നിലാണ് ഇത്തരത്തിലുള്ള ആചാര ലംഘനം നടത്തിയത്. ചെരുപ്പിട്ട് രഥം വലിക്കുന്നു. ഭക്തർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടും അവർ ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ പ്രതികരിച്ചതുപോലെ തന്നെ ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം അവരുടെ ഒരു വിശ്വാസമില്ലായ്മ, ഇത് കാട്ടിക്കൂട്ടാനുള്ള അവരുടെ ആ ഒരു തത്രപ്പാട്, ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു. അത്തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഭക്തരുടെ ഭാഗത്ത് നിന്നുമുണ്ടായതല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ഈ ഒരു രഥോത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പാവനമായിട്ട് ഈ ഉത്സവ ദിവസം രഥോത്സവത്തിന്റെ ആ രഥത്തിന്റെ വടം അത് തൊട്ട് തൊഴുതുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. ഒപ്പം ഈ ഭഗവാനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ്. അഗ്രഹാര വീതികളിലേക്കൊക്കെ ഇങ്ങനെ രഥത്തിൽ ഭഗവാൻ പ്രയാണം നടത്തുകയാണ്. ആ സമയത്ത് ഓരോരുത്തർക്കും അവരുടെ വീടിന് മുന്നിൽ ഇരുന്ന് ഭഗവാനെ തൊഴുതാൻ കഴിയുന്നൊരു അസുലഭ അവസരമാണ് രഥോത്സവ ദിനം എന്നുള്ളത്. ആ ഒരു രഥോത്സവ ദിനത്തിൽ വളരെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് പ്രധാനമായിട്ടും ഒഴുകിയെത്തുന്നത് ഈ ദേവതകളെ, ദേവന്മാരെ ഒക്കെ ഒരുമിച്ച് കാണാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് 15-ാം തീയതി വൈകിട്ട് നടക്കുന്ന ദേവരഥ സംഗമ വേളയിലൊക്കെ ഈ എല്ലാ ദേവന്മാരും ഓരോ രഥങ്ങളിലായി ഒരുമിച്ച് സംഗമിക്കുമ്പോൾ ആ വേള വളരെ മനോഹരമാണ്. ആ സമയത്ത് ദേവതകൾ പോലും പുഷ്പവൃഷ്ടി നടത്തും എന്നുള്ളതാണ് വിശ്വാസമായി കരുതുന്നത്. അങ്ങനെയുള്ള ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരിടം, ആ ഒരു ഇടത്താണ് ഇങ്ങനെ ചെരുപ്പ് ധരിച്ചും മറ്റും ആ ഒരു വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ
ഇത്തരത്തിൽ ഈ രഥപ്രയാണം നടക്കുമ്പോൾ MP-യുടെ ഭാഗത്തു നിന്നും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ അമർഷം ഭക്തർക്കിടയിൽ ഉണ്ട്. അത് അവർ അപ്പോൾ തന്നെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു MP-ക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കോ ഇത് അറിവില്ലായ്മ കൊണ്ടാണ്. അരുൺ, അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പൊതുവെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആചാര ലംഘനം നടത്തിയത്? ആ വിശ്വാസികളെ അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ഒരു ഇടപെടൽ എന്തിന് ഇവർ നടത്തിയത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരവിടെ എത്തിച്ചേരുന്നു, കുറിതൊടുന്നു, മറ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നു. പക്ഷേ വിശ്വാസം ഇല്ല എന്ന് അവർ ജനങ്ങളെ, വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം, വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഭക്തരുടെ ഭാഗത്ത് നിന്നും, അല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് നേടുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തി എന്നുള്ളതോ മറ്റോ കാര്യങ്ങളൊക്കെ ഒരു വശത്തിരിക്കുമ്പോൾ അതിൽ തന്നെ ഈ ഭക്തർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട്, അതായത് അറിവില്ലായ്മ കൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് അറിവില്ലായ്മ കൊണ്ടാണല്ലോ എന്ന് കരുതാം. പക്ഷേ ഇവിടെ ഈ ഭക്തർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് എന്തിനാണ് ഇങ്ങനെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിങ്ങൾ രഥം വലിക്കുന്നത്? ചെരുപ്പ് ധരിച്ച് രഥം വലിക്കാൻ പാടില്ല, അത് ദോഷമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ഈ നേതാക്കളുടെ മുഖത്ത് നോക്കി ഭക്തർ ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് അതിൽ യാതൊരു ഈ ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രതികരണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ വിമർശിക്കുമ്പോൾ അത് കേട്ട് ആ ഒരു തെറ്റ് തിരുത്താൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് മറ്റേ ഈ MP ആയ VK ശ്രീകണ്ഠൻ ആണെങ്കിലും അതല്ലെങ്കിൽ തൊട്ടരികിൽ നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയാണെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ആരെങ്കിലും ഒക്കെ ഇത് പറയണമായിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും ഭക്തർ പറയുന്നത് ശരിയല്ലേ, അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തുകയല്ലേ, അത് തെറ്റാണ് ചെയ്തതെങ്കിൽ അത് തിരുത്തുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ അത്തരത്തിൽ ഇവരാരും, ഈ ഭക്തർ പറഞ്ഞിട്ട് അത് ചെവിക്കൊള്ളാതെ വീണ്ടും ആ രഥം വലിക്കുകയും ആചാര ലംഘനം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ പ്രതിഷേധം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അമ്മമാരടക്കം വനിതകളടക്കം ഇവരോട് ഈ ആചാരലംഘനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതുപോലും മുഖവിലക്കെടുക്കാതെ അവരെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും ഭാവങ്ങളും ആണ് ഈ നേതാക്കന്മാരുടെ ഭാഗത്തിനും ഉണ്ടായത്. ഇപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം അറിഞ്ഞവർ ഈ നേതാക്കളുടെ ഈ ഒരു ആചാരലംഘനത്തിനെതിരെ, വിശ്വാസ ലംഘനത്തിനെതിരെ പ്രതിഷേധവുമായി, വിമർശനവുമായി രംഗത്ത് വരികയാണല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, കൂടുതൽ ആളുകൾ ഈ വിഷയം അറിഞ്ഞ് വലിയ വിശ്വാസികളുടെ ഭാഗത്ത് വലിയ ദുഃഖം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ KP ശശികല ടീച്ചർ പറഞ്ഞതുപോലെ അവിടെയുള്ള അഗ്രഹാര ജനത രഥോത്സവത്തിലേക്ക് ആദ്യമായി എത്തുന്ന ആളുകളാണെങ്കിൽ ആ ആദ്യമായി എത്തുന്ന ആളുകൾക്ക് ആചാരങ്ങൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണെന്നൊക്കെ രഥം വലിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു നൽകാറുണ്ട്. ഈ ചെരുപ്പിട്ട് രഥം വലിക്കരുത്, നേരത്തെ പറഞ്ഞതുപോലെ വടം മുറിച്ച് കടക്കരുത്, അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ അവിടെ ഓരോ ഭക്തരും ആ അഗ്രഹാരത്തിലെ ഓരോ ജനങ്ങളും കൃത്യമായി തന്നെ പുതുതായി വരുന്ന ആളുകൾക്ക് പറഞ്ഞു നൽകാറുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ ഈ ആചാര ലംഘനം നടത്തിയിരിക്കുന്നത് പുതിയൊരു വ്യക്തിയല്ല എന്നുള്ളതാണ്. പാലക്കാട് നിരന്തരമായി 2ാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള MP ആണ് ഇങ്ങനെ ഒരു ആചാര ലംഘനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. MP മാത്രമല്ല, MP-ക്കൊപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ MP-യോടൊപ്പം നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതൊരു തെറ്റാണ് എന്ന് പറഞ്ഞു നൽകിയിട്ടും അത് തിരുത്താൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. ഏതായാലും ആചാര ലംഘനം നടത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കൽപ്പാത്തി രഥോത്സവത്തിന് ചെരുപ്പിട്ട് രഥം വലിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠനും കോൺഗ്രസ് നേതാക്കളും ചെരുപ്പ് ധരിച്ച് രഥം വലിക്കരുതിന്റെ ഭക്തർ പറഞ്ഞിട്ടും നേതാക്കൾ ചെവികൊണ്ടില്ല. വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിയത്.